നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. വളരെ കുറച്ച് ചിത്രങ്ങളിലൂടെ തന്നെ മലയാളി പ്രേക്ഷകരുടെ മനം കവർന്ന നടിയാണ് സായി പല്ലവി. അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത 2015 പുറത്തിറങ്ങിയ പ്രേമത്തിലെ മലർ എന്ന കഥാപാത്രം ഇന്നും ആരാധക ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. മലയാളത്തിലൂടെ സിനിമാ രംഗത്തെത്തിയ സായി പല്ലവി തമിഴിലും തെലുങ്കിലുമൊക്കെയായി ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചു കഴിഞ്ഞു. ഇന്ന് തെന്നിന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ താരങ്ങളിൽ ഒരാളാണ് സായി പല്ലവി. സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ പങ്കുവെച്ച് എത്താറുണ്ട്. അതെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെയാണ് വൈറലായി മാറുന്നത്. നിരവധി പേരാണ് ഇൻസ്റ്റാഗ്രാമിലൂടെയും മറ്റും താരത്തെ പിന്തുടരുന്നത്. കഴിഞ്ഞ അവസരങ്ങളുമായി ഇപ്പോഴിതാ താരത്തിന്റെ ഒരു പഴയകാല അഭിമുഖം ആണ് വൈറലാവുന്നത്. ഇതിൽ തന്നെ ഏറെ അലട്ടിയിരുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയതിനെ കുറിച്ച് പറയുകയാണ് താരം. താൻ അച്ഛനും അമ്മയ്ക്കും പിറന്ന മകളാണോ അതോ ദത്ത് പുത്രിയാണോ എന്ന സംശയം തോന്നിയതോടെ സായി ഇത് അവരോട് തന്നെ ചോദിച്ചു. അതിനുള്ള ഉത്തരം കണ്ടെത്തിയതിനെ പറ്റിയാണ് പറയുന്നത്. സായി പല്ലവി കുഞ്ഞായിരിക്കുമ്പോൾ റിലീസ് ചെയ്ത ചിത്രമാണ് കന്നത്തിൽ മുത്തമിട്ടാൽ. ഇതിലൊരു കുഞ്ഞിനെ മാധവൻ ദത്തെടുക്കുകയും ഭാവിയിൽ ഭാര്യയായി മാറുന്ന സിമ്രാൻ കുഞ്ഞിനെ സ്വന്തം മകളായി സ്വീകരിച്ച് വളർത്തുന്നതുമാണ് കഥ. ഈ ചിത്രം കണ്ട് വീട്ടിൽ വന്ന സായിക്ക് താനും ദത്തെടുക്കപ്പെട്ട കുട്ടിയാണോ എന്ന് സംശയമുണ്ടായി. അങ്ങനെ ഒരുപാട് ചിന്തിച്ചു കൂട്ടിയാണ് സായി പല്ലവി അച്ഛനോടും അമ്മയോടും ഇതേക്കുറിച്ച് ചോദിക്കുന്നത്. ഒടുവിൽ നീയും നിന്റെ അനിയത്തി പൂജയും ഒരുപോലെയല്ലേ, ഇതും കൊണ്ട് പൊക്കോണം എന്നായി അച്ഛൻ്റെ അമ്മയുടെ മറുപടി. അതേസമയം സായി പല്ലവി വീണ്ടും മലയാളത്തിലേക്ക് വരുന്നതായുള്ള വാർത്തകൾ പുറത്തെത്തിയിരുന്നു. മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാൽ നായകനായി എത്തുന്ന ചിത്രത്തിലായിരിക്കും സായി പല്ലവി എത്തുക എന്നായിരുന്നു പുറത്തു വന്നിരുന്ന വിവരം. തമിഴിലും മലയാളത്തിലുമായിട്ടാണ് സിനിമ ഒരുങ്ങുന്നത്. തമിഴിലെയും മലയാളത്തിലെയും പ്രമുഖ താരങ്ങളെല്ലാം കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. നായികന്മാരായി പ്രണവും സായി പല്ലവിയും എത്തുന്നു എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. കമലിന്റെ സഹസംവിധായകയായി പ്രവൃത്തി പരിചയ സമ്പത്തുമായിട്ടാണ് അനുഷ വരുന്നത്. വിഘ്നേഷ് വിജയകുമാറാണ് സിനിമ നിർമ്മിക്കുന്നത്. സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ വളരെ സെലക്റ്റീവായ സായി പല്ലവി ഓക്കെ പറഞ്ഞോ എന്നൊന്നും വ്യക്തമല്ല. ഔദ്യോഗികമായ സ്ഥിരീകരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് പ്രണവും സായി പല്ലവി ഫാൻസും. പ്രേമം എന്ന മലയാള സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച സായി പല്ലവി പിന്നീട് 2-3 സിനിമകൾക്ക് വേണ്ടി മാത്രമാണ് മലയാളത്തിലേക്ക് തിരിച്ചു വന്നത്. തമിഴിലും തെലുങ്കിലും തിരക്കിലാണ് നടി. ഓരോ സിനിമകൾ തിരഞ്ഞെടുക്കുമ്പോഴും കർശനമായ നിബന്ധനകളാണ് നടി മുന്നോട്ട് വെക്കാറുള്ളത്. സിനിമയിലെ ചുംബന രംഗങ്ങൾക്കും ബെഡ്റൂം സീനുകൾക്കുമെല്ലാം നടി വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇത് മാത്രമല്ല, താൻ ചെയ്യില്ലെന്ന് പറയുന്ന കാര്യങ്ങളൊന്നും സിനിമയിൽ ഉണ്ടാവരുതെന്ന നിർദ്ദേശം നടി കൊടുക്കാറുമുണ്ട്. വിവാഹ കാര്യത്തിലും സമാനമായ രീതിയിലാണ് നടി നിബന്ധനകൾ വെച്ചിട്ടുണ്ടായിരുന്നത്. തന്റെ മെഡിക്കൽ പഠനത്തിനിടയിലെ ഇടവേളയിലായിരുന്നു സായി പല്ലവി അഭിനയത്തിലേക്ക് എത്തിയത്. ഡാൻസ് റിയാലിറ്റി ഷോയിലും മുൻപ് താരം പങ്കെടുത്തിരുന്നു. ആദ്യ സിനിമ റിലീസ് ചെയ്തതിന് പിന്നാലെയായി അന്യഭാഷയിൽ നിന്നുള്ള അവസരങ്ങളും ഈ താരത്തിന് ലഭിച്ചിരുന്നു. മുൻനിര സംവിധായകരുടെയും താരങ്ങളുടെയും എല്ലാം ചിത്രത്തിൽ പ്രവർത്തിക്കാനുള്ള അവസരം സായി പല്ലവിക്ക് ലഭിച്ചിരുന്നു. സിനിമയിലെത്തിയ അധികം വൈകുന്നതിന് മുൻപ് തന്നെ തന്റെ നിലപാടുകളെക്കുറിച്ചും താരം തുറന്നു പറഞ്ഞിരുന്നു. കരിയറിൽ താൻ നിരസിച്ച സിനിമകളെക്കുറിച്ചും അതിന് പിന്നാലെ കാരണത്തെക്കുറിച്ചും നടി പറഞ്ഞിരുന്നു. കുട്ടിയുടുപ്പിട്ട് അഭിനയിക്കാൻ താല്പര്യമില്ല, അത്തരത്തിലുള്ള വേഷം സ്വീകരിക്കാറുമില്ല, അതുപോലെ തന്നെ ചുംബന രംഗങ്ങളിലും അഭിനയിക്കാൻ താല്പര്യമില്ല എന്നായിരുന്നു താരം പറഞ്ഞത്. ചുംബന രംഗത്തിൽ മുൻപൊരിക്കൽ സംവിധായകൻ ചുംബന രംഗത്തിൽ അഭിനയിക്കാനായി ആവശ്യപ്പെട്ടിരുന്നു. ലിപ് ലോക്ക് സീനായിരുന്നു സംവിധായകൻ പ്ലാൻ ചെയ്തിരുന്നത്. തുടക്കം തന്നെ നോ പറഞ്ഞിരുന്നു. സംവിധായകൻ നിർബന്ധിച്ചപ്പോഴും തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു താരം.